ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 7 പേരുടെ മൊഴിയെടുത്തു. കൊടുവള്ളി ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 അധ്യാപകരുടെയും DEO, AEO എന്നിവരുടെയും മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരു വേണ്ടാത്ത കലാപരിപാടി നടന്നതായി സംശയിക്കാൻ ന്യായമുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SK ഇതിൽ കുറ്റകൃത്യം നടന്നു എന്നത് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ഇതിനകം 7 പേരുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ മൊഴി, അതുപോലെ തന്നെ BRC കോർഡിനേറ്റർ മെഹ്റലി അദ്ദേഹത്തിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. SKN 7 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തി കഴിഞ്ഞത്. ഇന്ന് അന്വേഷണ സംഘം കാലത്ത് അവരുടെ അവലോകന യോഗം ചേരുന്നുണ്ട്. SP മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ആ യോഗം ചേരുന്നത്. FIR ഇട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പ്രാഥമിക അന്വേഷണത്തിലെ വിവരങ്ങളിൽ മനസ്സിലാകുന്നത്. SKN ഇതിൽ ഈ പ്രതി ശാസ്ത്രീയമായി കൃത്യമായി ഈ പരിപാടി നടത്തി എന്നുള്ളത് തന്നെയാണ്. SKN പറഞ്ഞതുപോലെയുള്ള കുറ്റകൃത്യം നടത്തി എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ കണ്ടെത്തൽ. വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഏതായാലും പ്രാഥമിക അന്വേഷണം അധികം വൈകാതെ തന്നെ പൂർത്തിയാക്കും. ക്രൈംബ്രാഞ്ച് കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. SKN മറ്റൊന്ന്, ചില ഓൺലൈൻ ഗവൺമെന്റ് വളരെ ഗൗരവത്തോടെയാണ് ദീപക് ഈ ചോദ്യപേപ്പർ ചോർച്ചയെ കാണുന്നത്. ക്രിസ്മസ് കാലത്തെ ചോദ്യപേപ്പർ ചോർച്ച യൂട്യൂബ് ചാനൽ പരസ്യപ്പെടുത്തി യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി വരുമാനം കൂട്ടാനുള്ള ഹീനമായ പ്രവർത്തനമാണ് നടന്നത്. മാത്രമല്ല വിശുദ്ധമായ പരീക്ഷാ കാര്യങ്ങളിൽ അതിനെ മലിനപ്പെടുത്താൻ തക്കയും അതിനെ അപഹസിക്കുന്ന രീതിയിലുമാണ് ഈ അന്വേഷണം നടന്നത്. ശരിക്കും നന്നായി അധ്വാനിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് കീറാമുട്ടിയായിട്ടാണ് ഈ MS സൊല്യൂഷൻസ് പോലുള്ള യൂട്യൂബ് ചാനലുകൾ പ്രവർത്തിച്ചത്. മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അന്വേഷണവും നടക്കുന്നുണ്ട്. മന്ത്രി V ശിവൻകുട്ടി ഇതിന് പിന്നാലെ തന്നെ അദ്ദേഹം കൂടിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് തന്നെയാണ് വകുപ്പ് മന്ത്രിയുടെ നിലപാട്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് തുടരുകയാണ്. പറയൂ ദീപക്. SKN വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഈ കാര്യത്തിൽ വളരെ പർട്ടിക്കുലറാണ്. അദ്ദേഹം ഇതിൻ്റെ അങ്ങേ അറ്റം വരെയുള്ള ശൃംഖല കണ്ടെത്താൻ തന്നെയാണ് DGPയോട് ആവശ്യപ്പെട്ടത്. ക്രൈംബ്രാഞ്ച് ADGP വെങ്കടേഷ് ഈ കേസിൻ്റെ ഓരോ പുരോഗതിയും അദ്ദേഹം വിലയിരുത്തുന്നതും സർക്കാരിൻ്റെ താല്പര്യം കൊണ്ട് തന്നെയാണ്. കാരണം SKN പറഞ്ഞതുപോലെ ഈ പഠിച്ച് പരീക്ഷ എഴുതുന്നവരെ അട്ടിമറിക്കപ്പെടുന്ന രീതിയിലേക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകുന്ന ഒരു നെറ്റ്വർക്ക് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക വിവരം. ഇതിൽ ഈ പറയുന്ന ഷുഹൈബും അതുപോലെ MS സൊല്യൂഷനും അല്ലാതെ മറ്റു ചില വൻകിട സ്ഥാപനങ്ങൾ പോലും ഇത്തരത്തിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് പ്രാഥമികമായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തുന്നത്. അതായത് വലിയ സ്ഥാപനങ്ങൾ, വലിയ പരസ്യങ്ങളൊക്കെ നൽകി പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾ പോലും ഇത്തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട് പ്രാഥമികമായി. ഏതായാലും പ്രാഥമിക അന്വേഷണത്തിൽ വിശദമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം കേസെടുത്തുള്ള ഒരു അന്വേഷണത്തിലേക്ക്, അതായത് BNSലെ PE ആണിപ്പോൾ നടക്കുന്നത്. ആ PE തന്നെ വിശദമായി നടത്തുകയാണ്. 7 പേരുടെ മൊഴി രേഖപ്പെടുത്തി. അതിൽ ഈ BRCയുടെ കോർഡിനേറ്റർ മെഹ്റലിയുടെ മൊഴി ഏറെ നിർണായകമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തിയിലേക്ക് പോകുന്ന ചില വിവരങ്ങൾ അദ്ദേഹം ക്രൈംബ്രാഞ്ചിന് നൽകി എന്നുള്ളതാണ് SKN മനസ്സിലാവുന്നത്. ഏതായാലും ഇന്ന് SP മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ യോഗം ചേരും SKN. ഇത് സംസ്ഥാനത്ത് മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരം തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പിന്നീട് FIR ഇട്ടുള്ള അന്വേഷണത്തിലായിരിക്കും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം.